വീട്ടിലെ പറമ്പിൽ നിന്ന് 75 അണലി കുഞ്ഞുങ്ങൾ, മൂർഖന് നേരെ നെഞ്ചുവിരിച്ച് നിന്ന നായക്കുട്ടി, അങ്ങനെ പലതും തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ കണ്ടതാണ്. കണ്ട ദൃശ്യങ്ങളിലെ ഓരോ പ്രദേശത്തേക്കും പാമ്പുകൾ എത്താൻ കാരണം എന്താണ്? അവയെ തുരത്താൻ വഴികളുണ്ടോ? സ്നേക്ക് റെസ്ക്യൂവർ ബിജു നമ്മളോട് സംസാരിക്കും. തിരുവനന്തപുരം നന്ദിയോട്ടെ ഒരു വീടിന്റെ പരിസരത്ത് നിന്ന് ലഭിച്ചത് 75 അണലിക്കുഞ്ഞുങ്ങളെയാണ്. ആ ബക്കറ്റ് കണ്ട വീട്ടുടമയുടെ മാനസികാവസ്ഥ നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാകും. ഈ നന്ദിയോടെ സംഭവം ചിലപ്പോൾ അത് 1-2 പാമ്പിൻ്റെ കുഞ്ഞുങ്ങളായിരിക്കാം, അല്ലെങ്കിൽ എണ്ണത്തിൽ വന്ന വ്യത്യാസമായിരിക്കാം. സാധാരണ 7 മുതൽ 35-40 വരെയാണ് സാധാരണ അണലിയുടെ കുഞ്ഞുങ്ങൾ കിട്ടാറുള്ളത്. കരിങ്കല്ല് അടുക്കിയിട്ടുള്ള മതിൽക്കെട്ടുകൾ, അതിനുള്ളിൽ എലി തുറന്ന മാളങ്ങളുണ്ടായിരിക്കും. അത് കുറച്ച് ഉള്ളിലായിട്ടായിരിക്കും ഇത് എഗ് ചെയ്യുന്നത്. പാറശാലയിൽ അങ്കനവാടിയിലെ കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കാൻ പോയ ആയ കണ്ടത് ഒരു മൂർഖനെയാണ്. അതിൻ്റെ ഭക്ഷണം സെൻസ് ചെയ്തിട്ടാണ് ഈ പാമ്പുകൾ പൊതുവെ വരാറുള്ളത്. അങ്ങനെ എന്തെങ്കിലും ഭക്ഷണത്തിൻ്റെ സാന്നിധ്യം കണ്ടിട്ടായിരിക്കാം പാമ്പ് ഇവിടെ വന്നതും യാദൃശ്യമായിട്ട് കണ്ടിട്ട് വീഴുന്നതും. അങ്ങനെയാണ്. കിണറിൽ വീണെന്നും പറഞ്ഞ് പാമ്പ് ചാവത്തില്ല. പാമ്പുകൾക്ക് ഭക്ഷണമില്ലാതെ പോലും 6 മാസം വരെ ജീവിക്കാനുള്ള കഴിവുണ്ട്. പാമ്പ് വെള്ളത്തിൽ വീണെന്നും പറഞ്ഞുകൊണ്ട് വെള്ളം അങ്ങനെ മലിനമാകത്തില്ല. പാമ്പ് മരണപ്പെടുകയാണെങ്കിൽ മാത്രമേ വെള്ളത്തിന് പ്രശ്നം വരുന്നുള്ളൂ. വാഹനങ്ങൾക്കുള്ളിലും പാമ്പുകളെ കാണാറുണ്ട്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് എത്തുമ്പോൾ മാത്രമാകും പലപ്പോഴും കാര്യം നമ്മൾ അറിയുക. പാമ്പുകൾ ഈ വാഹനങ്ങൾക്കിടയിൽ ഒരു സുരക്ഷിതമായ അഭയസ്ഥാനം തേടുകയാണോ? കാട് പിടിച്ച സ്ഥലങ്ങളിൽ വണ്ടി പാർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ വല്ല ശത്രുക്കളെ കീരിയോ പൂച്ചയോ പട്ടിയോ എന്തെങ്കിലുമൊക്കെ ആക്രമിക്കാൻ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ഇത് ഓടി വണ്ടിയിൽ മാക്സിമം കൂടുതലും അങ്ങനെയാണ് വണ്ടിയിൽ കയറാറുള്ളത്. വണ്ടിയുടെ ഹീറ്റ് അതിന് താങ്ങാനുള്ള കഴിവില്ല. ശീതരക്തമാണ് ഇതുകൊണ്ട് അതിന് അധികം ചൂട് സഹിക്കാനുള്ള കഴിവൊന്നുമില്ല. നമ്മൾ സാധാരണ പാമ്പിനെ നമ്മൾ റെസ്ക്യൂ മാക്സിമം നോക്കും. കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഒഴിഞ്ഞ പറമ്പിൽ തന്നെ എവിടെയെങ്കിലും കൊണ്ടിട്ട് കഴിഞ്ഞാൽ 1-2 മണിക്കൂർ കഴിയുമ്പോൾ താനെ ഇറങ്ങി അങ്ങ് പോകും. പലയിടങ്ങളിലും വളർത്തുമൃഗങ്ങളാണ് ഇഴജന്തുക്കൾക്കെതിരെ ആദ്യ പ്രതിരോധം തീർക്കുന്നത്. പാമ്പുകൾക്ക് മുന്നിൽ പ്രതിരോധം തീർക്കുമ്പോൾ വളർത്തുമൃഗങ്ങൾക്ക് പാമ്പുകടി ഏൽക്കില്ലേ? ഇവയ്ക്ക് പാമ്പുകടി ഏറ്റാൽ എന്താണ് അടുത്ത മാർഗം? മരണം സംഭവിക്കുന്നത് പട്ടിയാണ്. പട്ടി ചെന്നിട്ട് പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ കടിച്ച് കുടയാൻ ശ്രമിക്കും. അപ്പോഴത്തേക്കും ബൈറ്റ് കിട്ടാൻ ചാൻസ് ഉള്ളതാണ്. പക്ഷേ അതേസമയം പൂച്ച അങ്ങനെയല്ല. അത് കൈകൊണ്ട് തട്ടി മാറ്റുകയും പാമ്പിനേക്കാൾ അതിവേഗതയിൽ ഒഴിഞ്ഞു മാറാനുള്ള കഴിവും പൂച്ചയ്ക്കുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുഞ്ഞു പാമ്പുകളൊക്കെ ആണെങ്കിൽ പൂച്ച കടിച്ചെടുത്ത് വീട്ടിനുള്ളിൽ കൊണ്ടുവന്ന അപകടങ്ങൾ ഉണ്ടാകുന്ന സംഭവങ്ങളുണ്ട്. നമ്മുടെ വീടും പരിസരവും നമ്മൾ വൃത്തിയാക്കി ഇടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ശാശ്വത പരിഹാരം. രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.